ഇത് കോട്ടയത്തെ ആദ്യത്തെ അന്തർവാഹിനിയല്ല. ഞാനിതിൽ കയറി കടലിനടിയിലോട്ട് പോവുകയല്ല. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ വരെ ഉണക്കുന്ന ഒട്ടനവധി ട്രീറ്റ്മെൻറ്റുള്ള ഒരു ക്ലിനിക്കിൻ്റെ ഉള്ളിലാണ്. അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓടിവാ. ഇതിപ്പോൾ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം കൂടെ കടലിനടിയിലേക്ക് സീ ഡൈവ് ചെയ്യാൻ പോവുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് സത്യത്തിൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഈ ഒരു വലിയ ചേമ്പറിനകത്ത് വെച്ച് ചെയ്യുകയാണ്. ഈ ചേമ്പറിനുള്ളിൽ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ 2 ഡോറുകളും അടച്ചതിന് ശേഷം ഉള്ളിലെ പ്രഷർ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും ഹൈ ആക്കുകയും അതിനുശേഷം നമുക്ക് മാസ്ക് നൽകിയിട്ട് മാസ്കിലൂടെ നമുക്ക് 100% ഓക്സിജൻ, അതായത് അന്തരീക്ഷ വായുവിൽ വെറും 25% മാത്രമേ ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ ഈ ഹൈ പ്രഷറിന്റെ കൂട്ടത്തിൽ 100% ഓക്സിജനും കൂടെ നമുക്ക് ഈ മാസ്കിലൂടെ തന്നു കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആവുകയാണ് ചെയ്യുന്നത്. ഈ കൺട്രോൾസ് എല്ലാം പുറത്താണ് ഇതിൻ്റെ ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനല്ല പറയേണ്ടത്, ഡോക്ടർ തന്നെ പറഞ്ഞുതരും കേട്ടോ. HBOT അഥവാ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൽ 2 ഘടകങ്ങളാണുള്ളത്. ഹൈപ്പർ ബാരിക് അഥവാ ഉയർന്ന സമ്മർദ്ദമുള്ള അല്ലെങ്കിൽ ഉയർന്ന പ്രഷറുള്ള ഒരു അവസ്ഥ. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഓക്സിജൻ. നമ്മൾ സാധാരണയായി ശ്വസിക്കുന്ന വായുവിൽ 21% ഓക്സിജൻ്റെ കണ്ടന്റ് ഉള്ളത്. എന്നാൽ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പിയിൽ നമ്മൾ ഒരു മാസ്ക് മുഖാന്തരം 100% ഓക്സിജനാണ് നമ്മൾ രോഗിക്ക് നൽകുന്നത്. അപ്പോൾ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പിയിൽ നമ്മൾ കാണുന്നത് ഒരു ഉയർന്ന സമ്മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന പ്രഷറുള്ള ഒരു കണ്ടീഷനിൽ 100% ഓക്സിജൻ രോഗിക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി. ഈ ഒരു ചികിത്സാ രീതി നാട്ടിൽ നമുക്ക് പലയിടത്തും അത്ര അവൈലബിൾ അല്ല. ഇത് പണ്ട് മുതൽക്ക് തന്നെ, അതായത് ഒരു 17-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇത് കൂടുതലും ഡൈവിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അതായത് എയർ ഡൈവേഴ്സ് അല്ലെങ്കിൽ സാച്ചുറേഷൻ ഡൈവിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് ഡൈവിംഗ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി. ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പിയിൽ നമ്മളൊരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ, ഈ ചേമ്പറിനകത്ത് കയറിയിരുന്ന ഒരു പേഷ്യൻ്റ് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എടുക്കുമ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ഉയർന്ന പ്രഷർ അല്ലെങ്കിൽ ഉയർന്ന സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ചേഞ്ചസ്. രണ്ടാമത്തേത് നമ്മൾ 100% ഓക്സിജന് ഈ ഉയർന്ന സമ്മർദ്ദത്തിൽ നൽകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്. സാധാരണഗതിയിൽ ഒരു പേഷ്യൻ്റ് ഈ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എടുക്കുമ്പോൾ ഈ ഓക്സിജൻ, അതായത് ഓക്സിജൻ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന അളവ് കൂടും. അപ്പോൾ യൂഷ്വലി നമ്മൾക്കറിയാം, നമ്മൾ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, SpO2 ചെക്ക് ചെയ്യുന്നു, SpO2 ചെക്ക് ചെയ്യുന്നു. ഈ ഒരു ടേം എല്ലാവർക്കും പരിചിതമാണ്. ഇപ്പോൾ SpO2 എന്ന് പറഞ്ഞാൽ അത് ഹീമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓക്സിജൻ മാത്രമേ അത് കാണിക്കുകയുള്ളൂ. അപ്പോൾ യൂഷ്വലി നമുക്കത് 97 to 98% ആണ് നോർമൽ റൂം എയറിൽ സാച്ചുറേഷൻ, ഹീമോഗ്ലോബിൻ്റെ സാച്ചുറേഷൻ വരുന്നത്. പക്ഷേ SpO2 നമ്മൾ അല്ലെങ്കിൽ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എടുക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഈ ഹീമോഗ്ലോബിൻ്റെ സാച്ചുറേഷൻ ഈ 97 അല്ലെങ്കിൽ 98 നിന്ന് 100 ആവുകയും അതിലുപരി പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ബ്ലഡിൽ. അത് നമുക്ക് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. നോർമലി നമ്മളൊരു നോർമൽ റൂം എയറിൽ നമ്മൾ നോർമൽ പ്രഷറിൽ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാസ്മ സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു 0.3% സാച്ചുറേഷൻ മാത്രമേ വരുള്ളൂ. എന്നാൽ നമ്മൾ SpO2 എടുക്കുന്ന സമയത്ത് ഈ 0.3യിൽ നിന്ന് അത് സാച്ചുറേഷൻ കൂടിയിട്ട് അതൊരു 5.4 അല്ലെങ്കിൽ 5.6% വരെ ഈ സാച്ചുറേഷൻ്റെ അളവ് കൂടും. അതായത് 20 times മോർ കമ്പയർഡ് ടു ദ റൂം എയർ. അതാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. നമ്മൾ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എടുക്കുമ്പോൾ നമുക്ക് വരുന്ന അഡ്വാൻറ്റേജ്. നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിക്കുന്ന പോലെ ബോയിൽസ് ലോ, ചാൾസ് ലോ എന്ന് പറയുന്ന പല ലോസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് ഫിസിക്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് നമുക്കറിയാം, നമ്മൾ സോഡ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബബിൾസ് വരുന്നത്. അത് സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സാധാരണ നമ്മൾ ഒരു കുപ്പി വെള്ളത്തിലേക്ക് നമ്മൾ കാർബൺ ഡയോക്സൈഡ് അണ്ടർ പ്രഷറിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. ഇതും അതുപോലെയാണ്. നമ്മൾ ഓക്സിജൻ അണ്ടർ പ്രഷറിൽ നമ്മൾ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യിക്കുന്നു. അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു കറക്റ്റ് ടെർമിനോളജി അല്ല, പക്ഷേ നമ്മൾ ഓക്സിജൻ ബ്ലഡിലേക്ക് കൂടുതൽ അബ്സോർബ് ആയിരിക്കും. എന്നിട്ട് അത് നമുക്ക് ശരീരത്തിലെ പല കോശങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടത്തേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂടും. അതാണ് ബേസിക്കലി ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പിയിൽ കൂടെ സംഭവിക്കും. രണ്ടാമത്തേത്, നമ്മൾ ഈ പറയുന്ന മുറിവ് ഉണങ്ങുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി പല മൾട്ടിപ്പിൾ സെഷൻസ് അല്ലെങ്കിൽ ഒരു 5 മുതൽ 10 സെഷൻസ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുതിയ ബ്ലഡ് വെസൽസ് ഇതിനകത്ത് രൂപപ്പെടും. അതായത് പുതിയ രക്തക്കുഴലുകൾ രൂപപ്പെടുകയും അതുമൂലം നമ്മൾക്ക് ആ ഉണങ്ങാത്ത ഒരു മുറിവുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഓക്സിജൻ്റെ അളവ് അവിടെ കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ പുതിയ രക്തക്കുഴലുകൾ രൂപപ്പെടുകയും അതുപോലെ തന്നെ ആ ഒരു മുറിവിൻ്റെ ഏരിയയിലേക്ക് ചെല്ലുന്ന ഓക്സിജൻ്റെ അളവ് കൂടുതലാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഹൈപ്പർ ഓക്സിയ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇൻഫെക്ഷന് കാരണമാകുന്ന പല ബാക്ടീരിയകൾക്കും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ HBOTയുടെ ഹെൽപ്പ് നമുക്ക് വരുന്നത്. അതായത് പ്രഷറിൻ്റെ എഫക്റ്റ് ഉണ്ട്, നമുക്ക് ഓക്സിജൻ്റെ എഫക്റ്റ് ഉണ്ട്, ഇത് ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷനെ ഇത് പൊട്ടൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ HBOT നമുക്ക് നമ്മളുടെ ബോഡിയിൽ ഇത് ആക്ട് ചെയ്യുന്നത്. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അഥവാ HBOT ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾക്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യൻസിനാണ് ഇത് ഉപകരിക്കുന്നത്? അത് US FDA അഥവാ UHMS അണ്ടർസീ ഹൈപ്പർബാരിക് മെഡിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഈ 2 സംഘടനകളാണ് ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് ഈ ഒരു ചികിത്സാവിധി ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പി എന്നുള്ള രീതിയിൽ ഈ ഒരു ചികിത്സാ രീതി ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഉണങ്ങാത്ത മുറിവുകൾ, അത് കാരണങ്ങൾ ഏതുമാകട്ടെ, സാധാരണഗതിയിൽ ഡയബറ്റിക് മുറിവുകളുണ്ടാകാം, അല്ലെങ്കിൽ വരിക്കോസ് വെയിൻ സംബന്ധമായിട്ടുള്ള മുറിവുകളുണ്ടാകാം, അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന മുറിവുകളാകാം. കാരണങ്ങൾ ഏതുമാവട്ടെ നമ്മൾക്ക് ഈ പറയുന്ന ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അതിന് ഒരു ചികിത്സാവിധിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ നമ്മൾക്ക് ഇപ്പം ഒരു പ്ലാസ്റ്റിക് സർജറി കേസ് ഉണ്ട്, ഇപ്പം ടേക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലാപ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കേസിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന റേഡിയേഷൻ തെറാപ്പി, ഇപ്പം ആ പോസ്റ്റ് റേഡിയേഷൻ റിക്കവറി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഇഞ്ചുറി ബോഡിയിലുണ്ടാകാം. അപ്പോൾ ആ ഒരു കേസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ നിന്ന് നമുക്ക് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള അല്ലാത്ത നമുക്ക് സ്പോർട്സ് ഇഞ്ചുറി പോലെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പം നമുക്ക് ഇപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ നമ്മൾ US UK ആണെങ്കിൽ നമുക്ക് പല അത്ലീറ്റ്സ് നമുക്ക് ഈ പറയുന്ന ഇപ്പം ലയണൽ മെസ്സി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലെബ്രോൺ ജെയിംസ് അല്ലെങ്കിൽ മൈക്കിൾ ഫെൽപ്സ് സ്വിമ്മിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന ലോകോത്തര താരങ്ങളാണ്. അവരൊക്കെ ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പൊള്ളൽ കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ്, അതുപോലെ ബോണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതായത് ക്രോണിക് ഓസ്റ്റിയോമൈലൈറ്റിസ്, ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി യൂസ് ചെയ്യുന്നതാണ്. കോട്ടയത്ത് നമ്മൾക്കിവിടെ കുടയമ്പടിയിലുള്ള ഓക്സിക്യൂർ പോളിക്ലിനിക്കിൽ നമ്മൾക്ക് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഇവിടെ ലഭ്യമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഇവിടെ ബാക്കിയുള്ള പല സർവീസസും അവൈലബിൾ ആണ്. നമ്മൾക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം പൈലറ്റ് ആവണം, അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഏവിയേഷൻ മെഡിക്കൽസ് എന്ന് നമ്മൾ കോമൺലി അല്ലെങ്കിൽ കാഷ്വലി പറയുന്ന DGCAയുടെ മെഡിക്കൽസ് ഉണ്ട്, അതായത് ഡയറക്ടറേറ്റ് ജനറൽ സിവിൽ ഏവിയേഷൻ. അവരാണ് നമ്മളുടെ സിവിൽ ഏവിയേഷൻ്റെ ഇന്ത്യയിലുള്ള റെഗുലേറ്ററി ബോഡിയാണ് ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ക്ലാസ് 2 മെഡിക്കൽസ് നമ്മൾക്ക് ഇവിടെ ലഭ്യമാണ്. അതുപോലെ ക്ലാസ് 1 മെഡിക്കൽസ് ഉണ്ട്, അതുപോലെ ക്ലാസ് 3 മെഡിക്കൽസ് ATCOയ്ക്കുള്ള, അതായത് എയർ ട്രാഫിക് കൺട്രോളർ ആകണമെന്നുണ്ടെങ്കിൽ ATCOയുടെ ക്ലാസ് 3 മെഡിക്കൽസ് ഉണ്ട്. അപ്പം DGCAയുടെ ക്ലാസ് 1, 2, 3 ഈ 3 ക്ലാസ്സസും നമുക്കിവിടെ ഏവിയേഷൻ മെഡിക്കൽസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡൈവിംഗ് മെഡിക്കൽസ്, അതായത് നമുക്ക് ഡൈവിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അപ്പം എയർ ഡൈവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സാച്ചുറേഷൻ ഡൈവേഴ്സ് ആണെങ്കിലും അവർക്ക് ഇയർലി മെഡിക്കൽ, അതായത് മെഡിക്കൽ സർട്ടിഫിക്കേഷൻ അവർക്ക് നിർബന്ധമാണ്. അത് IMCA, അതായത് ഇൻ്റർനാഷണൽ മറീൻ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ, ആ ഒരു ബോഡി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള നമുക്കിവിടെ മെഡിക്കൽസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ നമുക്ക് HBOT സർവീസസ് അല്ലെങ്കിൽ ഏവിയേഷൻ ഡൈവിംഗ് മെഡിക്കൽസ്, അതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ള OP ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഓർത്തോപീഡിക്സിൻ്റെ OP അവൈലബിൾ ആണ്, അതുപോലെ ENT OP അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ഹോമിയോപ്പതി ഡോക്ടറും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്കിവിടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പം ഫിസിയോതെറാപ്പി ആവശ്യമുള്ള കേസുകൾക്ക് നമുക്ക് ഇവിടെ വരാവുന്നതാണ്, സർവീസസ് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ DDRCയുടെ ഒരു ലബോറട്ടറിയുടെ നമുക്കിവിടെ ഒരു കളക്ഷൻ പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റിനാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പേഷ്യൻസിൻ്റെ ആണെങ്കിലും നമുക്കിവിടെ DDRCയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടറുടെ എക്സ്പ്ലനേഷനിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓക്സിക്യൂറിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം കോട്ടയം കൊടയമ്പടിയിലാണ്. തുടക്കത്തിൽ ഞാൻ ക്ലിനിക് എന്ന് പറഞ്ഞാലും ഇതൊരു ചെറിയ സംരംഭമാണ് എന്ന് വിചാരിക്കരുത്. ഇതിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞോട്ടെ, ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെയും മറ്റ് ബുക്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി തന്നെ നടത്താവുന്നതാണ്. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളിവിടെ വന്നാലും മതിയാവും. പിന്നെ ഇതിനെക്കുറിച്ച് ഓൾറെഡി നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്ക് നേരിട്ട് കയറി പോരാവുന്നതാണ്. വിഷ്വലിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാലും ഒത്തിരി നാളുകളായിട്ട് ഈ ഉണങ്ങാത്ത മുറിവുകളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾക്ക് ഇതൊരു വലിയ സഹായമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റ് ഉൾപ്പെടെ എല്ലായിടത്തും ഞാൻ കൊടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളുക. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ കോട്ടയം കൊടയമ്പടിയിലാണ് ലൊക്കേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയത്ത് നിന്നും ചുങ്കം വഴി മെഡിക്കൽ കോളേജിന് പോകുന്നതിൻ്റെ ഒത്ത നടുക്കായിട്ട് വരും ഈ കൊടയമ്പടി. അപ്പം ധൈര്യമായിട്ട് പോരെ.